യേശുക്രിസ്തു ആരെന്നോ രക്ഷയെന്നോ അറിയാൻ വയ്യാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. നിത്യതയെക്കുറിച്ച് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. എന്നാൽ നിത്യമായ സന്തോഷത്തെക്കുറിച്ച് കോളേജ് വിദ്യാഭ്യാസം കേൾക്കുവാനിടയായി തീർന്നു. ഒത്തിരി നാമത്തിനെതിരെ നിന്നു. സത്യവേദ പുസ്തകത്തിന്റെ താളുകളെ വാക്കുതർക്കത്തിനൊടുവിൽ വലത് കൈ കൊണ്ട് വലിച്ചു കീറി പരിക്കനുള്ള സിമെന്റ് തറയിലേക്ക് ഇട്ട് പാരകണ്ട ചെരുപ്പ് കൊണ്ട് ചവിട്ടി അതേ തുപ്പിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ യേശു ജീവനുള്ളെങ്കിൽ അവന്റെ ശക്തി കാണട്ടെന്ന്. ഒറ്റ വാക്കിൽ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഏത് കരം കൊണ്ട് പുസ്തകം വലിച്ചു കീറി ആ കരം തളർന്നു, ഏത് കാലം കൊണ്ട് ചവിട്ടി ആ കാല് തളർന്നു, ഏത് അതരം കൊണ്ട് ഇതിനെ തുപ്പിയോ ആ നാവ് താണ്. സ്തോത്രം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പിന്നീട് സ്തോത്രം പല ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് ജാതകത്തിൽ ആ പ്രായം വരെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഉലകത്തിലെ വൈദ്യന്മാർ ഉപേക്ഷിക്കുമ്പോൾ വായുവസ്ഥയ്ക്ക് കോടി സംസാരശേഷി നഷ്ടപ്പെട്ട് സമൃദ്ധമായ മുടി കൊഴിഞ്ഞ് 18 കിലോ പോലും തികച്ചില്ലാത്ത ഒരു അസ്ഥിവഞ്ജനമായി വലത് കൈയും വലത് കാലും ശോഷിച്ചു. പോളിയോ വന്ന കുഞ്ഞിന്റെ കാലും കൈയും പോലെ. ശേഷം 3.5 മാസം കഴിഞ്ഞപ്പോൾ ഇടത് കൈയും ഇടത് കാലും ശോഷിച്ചു. ഒടുവിൽ ലോകം കൈവിട്ട് എന്നെ യേശു രക്ഷിച്ചു. തെരുവിൽ നിന്നുകൊണ്ട് ഒരു കോളാമ്പി മൈക്കിനകത്തൂടെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സഞ്ചിയും കഴുത്തി തോളിൽ തൂക്കിയിട്ട് ചില ഉപദേശിമാര് പ്രസംഗിച്ചു. ലാസറിനെ ഉയർപ്പിച്ച ഒരു ദൈവമുണ്ട്. ലാസർ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ ഉള്ളതാണോ ബൈബിളിലെ ആണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ജാതികൾ തിങ്ങിപ്പാർക്കുന്ന ദേശത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയാൻ വന്നവർ സ്വന്തം മതപരിവർത്തനം അറിയിക്കുന്നൊക്കെ പറഞ്ഞ് പ്രകോപനങ്ങളൊക്കെ ഉണ്ടായി. ഒടുവിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നതിന്റെ കിടക്കക്കരികിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവളെ എഴുന്നേൽപ്പിക്കേ. ഈ സമയത്ത് ആത്മാവിന് മോക്ഷം കിട്ടാൻ തീർത്ഥവും കുടിച്ചുകൊണ്ട് തുളസിത്തന്റെ തീർത്ഥം മുക്കി ചുണ്ടത്ത് വെച്ച് തന്നുകൊണ്ടിരിക്കുന്ന അവിടെ കിടക്കുമ്പോ പ്രിയരെ സ്തോത്രം ചുറ്റും നിന്നുകൊണ്ട് കരം കോർത്ത് പിടിച്ച് ആത്മനിറവിൽ ആരാധിച്ചെന്റെ പരിണിത ഫലമാ ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നതാ. എങ്ങനെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയും?